മതതീവ്രവാദ സംഘടനകളെ ചേർത്തു നിർത്തുന്നതിൽ LDF-ലും UDF-ലും പോര്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലാണ് മതമൗലികവാദ സംഘടനകളെ ചേർത്ത് നിർത്താൻ ഇരു മുന്നണികളും മത്സരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി UDF-ന് പിന്തുണ പ്രഖ്യാപിച്ചതിന് പിന്നാലെ LDF-ന് PDP-യും പിന്തുണ പ്രഖ്യാപിച്ചു. തിരഞ്ഞെടുപ്പ് കാലത്ത് മതമൗലികവാദ സംഘടനകളെ ചേർത്തു നിർത്തുന്ന സമീപനം തുടരുകയാണ് നിലമ്പൂരിലും ഇടത് വലത് മുന്നണികൾ. ജമാഅത്തെ ഇസ്ലാമി UDF-ന് പിന്തുണ പ്രഖ്യാപിച്ചതിന് പിന്നാലെ അബ്ദുൽ നാസർ മഅദനിയുടെ PDP LDF-നും പിന്തുണ പ്രഖ്യാപിച്ചു. ഇതോടെ മുന്നണികളും തങ്ങളോടൊപ്പമുള്ള തീവ്ര ഇസ്ലാമിക് സംഘടനകളെ വെള്ളപൂശാൻ മത്സരിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദത്തിന് വേണ്ടി നിൽക്കുന്നവരാണെന്ന് LDF സമ്മതിക്കുമ്പോൾ തന്നെ PDP പീഡനം ഏറ്റുവാങ്ങിയ സംഘടനയാണെന്നാണ് LDF നേതാക്കളുടെ വാദം. SDP-ക്ക് സമാനമായ നിലപാടാണോ PDP സ്വീകരിക്കുന്നുള്ളത് നിങ്ങൾ പരിശോധിച്ചിട്ട് പറ. PDP-യും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും തമ്മിൽ വേറെ ബന്ധങ്ങളൊന്നുമില്ലല്ലോ. PDP അങ്ങനെ നിലപാട് എടുത്തിട്ടുണ്ടെങ്കിൽ അത് അവർ അല്ല, ആ പിന്തുണ അവരിപ്പോൾ വോട്ട് ചെയ്യൂ അല്ലെങ്കിൽ വോട്ട് ചെയ്തോ എന്നുള്ളത് ആരൊക്കെ എങ്ങനെയാ വോട്ട് ചെയ്യുന്ന പറയാൻ പറ്റില്ലല്ലോ. അതേസമയം ഉപാധികളില്ലാത്ത പിന്തുണയാണ് ജമാഅത്തെ ഇസ്ലാമി UDF-ന് നൽകുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നു. നിരുപാധികമായ പിന്തുണയാണ്. ഞങ്ങൾ അതിനു വേണ്ടിയിട്ട് അവർ ഒരു കാര്യവും ഞങ്ങളോട് ആവശ്യപ്പെട്ടിട്ടില്ല. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആവശ്യപ്പെട്ടിട്ടില്ല, അസംബ്ലി തെരഞ്ഞെടുപ്പിലും ആവശ്യപ്പെട്ടിട്ടില്ല. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അവരുടെ പിന്തുണ ഉണ്ടായി ഞങ്ങൾക്ക്. അല്ല, അവർ ദേശീയ തലത്തിലൊരു നിലപാടെടുത്തു. കാരണം കോൺഗ്രസ് ദുർബലമാകരുത്, വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടം നടത്തുന്നത് കോൺഗ്രസ് ആണ്. അതുകൊണ്ട് കോൺഗ്രസ് ദുർബലമാകരുത്, കോൺഗ്രസ് ശക്തിപ്പെടുത്തണം. വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ച മതമൗലികവാദ സംഘടനകളെ കേരളത്തിൽ വളർത്തുകയാണ് ഇരു മുന്നണികളും. രാഷ്ട്രബോധത്തിനപ്പുറം രാഷ്ട്രീയ ലാഭം മാത്രം ലക്ഷ്യമിട്ടാണ് ഇത്തരം തീവ്ര മത നിലപാടുകൾ സ്വീകരിക്കുന്നവരുടെ പിന്തുണ LDF-ഉം UDF-ഉം സ്വീകരിക്കുന്നത്. തീവ്ര മതമൗലികവാദ ശക്തികളുടെ പിന്തുണയിലൂടെ രാഷ്ട്രമല്ല രാഷ്ട്രീയമാണ് വലുതെന്ന് ആവർത്തിക്കുകയാണ് ഇടത് വലത് മുന്നണികൾ. നിലമ്പൂരിൽ നിന്നും ക്യാമറമാൻ കൃഷ്ണകുമാറിനൊപ്പം ശിവദാസ് കന്മനം, ജനം.